അള്ളാഹുവിൻ്റെ ഇസ്മുകളിലെ ഒരു ഇസ്മാണ് വഹാബ് എന്ന ഇസ്മ. പരിശുദ്ധമായ ഖുർആനിൽ 3 തവണയാണ് ഇത് വന്നിട്ടുള്ളത്. അതിൻ്റെ അബ്ജദീയ കണക്ക് 14 ആണ്. അത്യുദാരൻ, കൂടുതൽ നൽകുന്നവൻ എന്നൊക്കെ നമുക്ക് ഇതിന് അർത്ഥം പറയാം. ഹിബത്ത് എന്ന പദത്തിൽ നിന്നാണ് വഹാബ് എന്ന പദം ഉണ്ടായത്. ഹിബത്ത് എന്ന് പറഞ്ഞാൽ പകരം ഒന്നും ഉദ്ദേശിക്കാതെ മറ്റുള്ളവർക്ക് നൽകുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഹിബത്ത് നൽകുന്നവൻ എന്ന അർത്ഥത്തിൽ വാഹിബ് എന്നാണ് പറയാറുള്ളത്. എന്നാൽ വഹാബ് എന്ന് പറയുമ്പോൾ പകരം ഒന്നും ഉദ്ദേശിക്കാതെ ധാരാളമായി നൽകിക്കൊണ്ടേയിരിക്കുന്നവൻ എന്ന അർത്ഥമാണ് അതിനുണ്ടാവുക. എന്തെങ്കിലും പകരം പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നൽകുക എന്നത് ഹിബത്ത് അല്ല. ഇപ്പം മറ്റുള്ളവർ തന്നെ മദ്ഹ് ചെയ്യണം എന്ന ഉദ്ദേശത്തോടെ മറ്റുള്ളവർക്ക് സമ്പത്ത് നൽകുന്ന ആളുകളെ നമുക്ക് കാണാം. അല്ലെങ്കിൽ മറ്റുള്ളവർ ആക്ഷേപിക്കുമോ എന്ന് പേടിച്ചുകൊണ്ട്. ഇതൊന്നും ഹിബത്ത് അല്ല. കാരണം അവിടെ ഇവൻ മറ്റുള്ളവർക്ക് നൽകുന്നത് കൊണ്ട് പകരം ഉദ്ദേശിക്കുന്നുണ്ട്. ചിലർ മറ്റുള്ളവർ തന്നെ പുകഴ്ത്തട്ടെ എന്ന് ഉദ്ദേശിക്കുന്നു. മറ്റു ചിലർ മറ്റുള്ളവർ തന്നെ ആക്ഷേപിക്കുമോ, ആ ആക്ഷേപത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന പകരത്തെ ഉദ്ദേശിക്കുന്നു. അപ്പം പകരം ഒന്നും ആഗ്രഹിക്കാതെ ധാരാളമായി നൽകിക്കൊണ്ടേയിരിക്കുന്നവൻ. ഹദീസുകളിൽ തന്നെ ഹിബത്ത് എന്ന ആ പദം ഉപയോഗിച്ചത് കാണാം. വഹബ്ലി മില്ലദുൻക റഹ്മത്തൻ ഇന്നക അൻതൽ വഹാബ്. അല്ലാഹുവേ, നിന്റെ അടുക്കൽ നിന്ന് നിന്റെ മഹത്തായ റഹ്മത്ത്, കാരുണ്യം എനിക്ക് നീ നൽകണമേ. തീർച്ചയായും നീ ധാരാളമായി ഹിബത്ത് നൽകുന്നവനാണ്, നീ വഹാബാണ് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു തആല അവൻ്റെ അടിമകൾക്ക് ഒന്നിനു പിറകെ ഒന്നായി അറ്റമില്ലാത്ത അനുഗ്രഹങ്ങൾ, അറ്റമില്ലാത്ത കാരുണ്യം നൽകിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഹിബത്ത് എന്ന് പ്രയോഗിക്കുമ്പോൾ അതിൽ നൽകപ്പെടുന്ന വസ്തുവിനെ ഉടമപ്പെടുത്തി കൊടുക്കൽ ഉണ്ട് എന്നാണ്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും ഇൻഫാഖിനെ സംബന്ധിച്ച്, ഖൈറായ കാര്യത്തിൽ ചിലവഴിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ സ്ഥലത്തൊക്കെ അല്ലാഹു തആല പറയുന്നത് നാം അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചിലവഴിക്കുന്നവരാണ്, അല്ലെങ്കിൽ നാം അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചിലവഴിക്കട്ടെ എന്ന രൂപത്തിലുള്ള പ്രയോഗങ്ങളാണ് പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും കാണാൻ സാധിക്കുക. അവിടെ നാം അവർക്ക് നൽകിയതിൽ നിന്ന് എന്നുള്ള ഒരു പ്രയോഗത്തിൽ അത് അള്ളാഹുവിൻ്റെ മുതൽ തന്നെയാണ്. അതുകൊണ്ട്
നിങ്ങളതിനെ കൊടുത്തുകൊള്ളണം എന്ന ഒരു അർത്ഥം ഉണ്ടാകാൻ വേണ്ടിയാണ് ആ രൂപത്തിൽ പ്രയോഗിച്ചത് എന്നാണ്. ഹിബത്തായിട്ട് കൊടുക്കുമ്പോൾ അത് ഉടമപ്പെടുത്തി കൊടുക്കലാണ് എന്ന് മഹത്തുക്കളായ ആളുകൾ പഠിപ്പിക്കുന്നത് കാണാം. ഇനി നാം ഈ ഇസ്മുമായി ബന്ധം പുലർത്തേണ്ടത് എങ്ങനെയാണ്? അള്ളാഹുവിൽ നിന്നല്ലാതെ ഒരു അനുഗ്രഹത്തെയും പ്രതീക്ഷിക്കാതിരിക്കുക. എനിക്ക് ആവശ്യമുള്ള എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ ആവശ്യങ്ങൾ അറിയുന്ന അല്ലാഹു തആല നൽകും എന്നും എൻ്റെ സർവ്വ ആവശ്യങ്ങളും നിറവേറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളൊക്കെ എനിക്ക് നിറവേറ്റിത്തരാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കൂ എന്നുമുള്ള ഒരു ബോധതലത്തിലേക്ക് ആ മനുഷ്യൻ ഉയരുമ്പോഴാണ് ആ ഇസ്മുമായി അവന് ബന്ധം ഉണ്ടായി എന്ന് പറയാൻ പറ്റുക. ഇനി ഈ ഇസ്മുമായി നമ്മൾ തഹല്ലുക്ക് ഉണ്ടാകേണ്ടതുണ്ട്, സ്വഭാവം സിദ്ധിക്കേണ്ടതുണ്ട്. ഈ ഇസ്മുമായി സ്വഭാവം സിദ്ധിക്കേണ്ടത് എങ്ങനെയാണ്? ദുനിയവിയായ ലക്ഷ്യങ്ങളില്ലാതെ മറ്റുള്ളവർക്ക് നൽകുന്ന ഒരു പ്രകൃതക്കാരായി മാറണം നാം. നമുക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ള, നാം ഉടമപ്പെടുത്തിയിട്ടുള്ള എന്തൊക്കെ വസ്തുക്കളുണ്ടോ അതിനെയൊക്കെ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമായി നൽകുന്ന ഒരവസ്ഥ നമ്മളിലുണ്ടാകണം. പല ആളുകളും റബ്ബ് തന്ന സമ്പത്ത് സ്വതക്കകളായി നൽകാറുണ്ട്. പക്ഷെ അവരുടെ ഉദ്ദേശം ഞാൻ ഏറ്റവും വലിയ ഒരു ധർമ്മിഷ്ഠനാണ് എന്ന് ആളുകൾ പറയട്ടെ എന്നായിരിക്കും. ഒരിക്കലും അത് വഹാബ് എന്ന ഇസ്മുമായി ബന്ധമുള്ളവൻ്റെ സ്വഭാവം ആവുകയില്ല. കാരണം വഹാബ് എന്ന് പറഞ്ഞാൽ തിരിച്ച് ഒന്നും ഉദ്ദേശിക്കാതെ നൽകുന്നവൻ എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അപ്പോൾ ദുന്യവിയായ ഒരു ലക്ഷ്യവുമില്ലാതെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതേപോലെ തന്നെ നമ്മളുടെ ശരീരം, നമ്മളുടെ ആത്മാവ്, അതിനെ നമ്മൾ ശരീരത്തെയും ആത്മാവിനെയും സൃഷ്ടിച്ച റബ്ബിന് ഹിബത്തായിട്ട് കൊടുക്കുന്നവരാകും. നമ്മളൊക്കെ പറയാറുണ്ട്, ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹിയായ വ മമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ ജീവിതവും എൻ്റെ മരണവും എൻ്റെ നിസ്കാരവും മറ്റു ഇബാദത്തുകളും എല്ലാം അള്ളാഹുവിനാണ്, ഞാൻ അള്ളാഹുവിന് ഹിബത്ത് നൽകിയിട്ടുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട് നാവുകളെ കൊണ്ട്. പക്ഷേ നമ്മൾ മറ്റുള്ള എന്തിനൊക്കെയോ ജീവിക്കുന്നവരാണ്. മറ്റുള്ള പല വ്യക്തികൾക്ക് അല്ലെങ്കിൽ വസ്തുക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അപ്പോൾ നമ്മളുടെ എല്ലാം റബ്ബിന് ഹിബത്തായിട്ട് നൽകുന്ന ആ ഒരവസ്ഥ നമ്മളിലുണ്ടാകണം. ഈ ഇസ്മുമായിട്ട് സ്വഭാവം സിദ്ധിക്കുന്ന സന്ദർഭത്തിൽ നമ്മളിൽ ഉണ്ടാകുന്ന വളരെ മഹത്തരമായൊരു സ്വഭാവമാണ് ശുക്ർ എന്നത്. അല്ലാഹു തആല എനിക്ക് ഹിബത്തായിട്ട് തന്ന ആ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവനാവുക. അല്ലാഹു നൽകിയ വസ്തുക്കളെ അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ അല്ലാത്തതിൽ ഉപയോഗിക്കുന്നതിനെ തൊട്ട് ലജ്ജ ഉണ്ടാവുക. അല്ലാഹു നമുക്ക് പലതും ഹിബത്തായിട്ട് തന്നത്
അള്ളാഹുവിൻ്റെ ഓരോ കൽപ്പനകൾ അനുസരിച്ച് അതിനെ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അള്ളാഹു നമുക്ക് കണ്ണുകൾ നൽകി. ആ കണ്ണുകൾ നൽകിയത് കണ്ണുകളെ കൊണ്ട് ചെയ്യേണ്ടുന്ന ഇബാദത്തുകൾ അത് മനസ്സിലാക്കി അതിൽ കണ്ണിനെ ഉപയോഗിക്കാനാണ്. നാവ് നൽകിയത് നാവിനെ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളിൽ ഉപയോഗിക്കാനാണ്. അപ്പം അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളല്ലാത്തതിൽ അള്ള തന്ന അനുഗ്രഹങ്ങളെ ഉപയോഗിക്കുന്നതിനെ തൊട്ടൊരു ലജ്ജ നമ്മളിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു നമുക്ക് നൽകിയ ഈമാൻ, ആ ഈമാനിനെ നമ്മൾ സംരക്ഷിക്കുന്നവരാകണം. അള്ളാഹ് ഹിബത്തായിട്ട് നമുക്ക് ഈമാനിനെ നൽകി, ഹിദായത്തിനെ നൽകി. ആ ഹിദായത്ത് നമ്മളിൽ നിന്ന് ഇല്ലാതെയാകാൻ പാടില്ല. അതിനെ നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. ഈ ഇസ്മുമായിട്ട് നമ്മൾ കൂടുതലായി ബന്ധം പുലർത്തി ജീവിക്കുമ്പോൾ തീർച്ചയായും അള്ളാഹുവിനോട് എന്തെന്നില്ലാത്ത മഹബത്ത് നമ്മളിലുണ്ടാകും. കാരണം ഞാൻ ചോദിക്കാതെ തന്നെ എനിക്കെത്രയോ അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന അള്ളാഹു, എന്നിൽ നിന്ന് മറിച്ചൊന്നും ആഗ്രഹിക്കാതെ എനിക്ക് ചെയ്തു തന്ന അള്ളാഹു, ആ അള്ളാഹുവിനെ ഞാൻ കൂടുതൽ സ്നേഹിക്കണമല്ലോ എന്ന ഒരു ബോധവും തിരിച്ചറിവും ആ മനുഷ്യനിൽ ഉണ്ടാകും. അള്ളാഹുവിനോട് മാത്രം ചോദിക്കുന്ന, എനിക്കെല്ലാം നൽകാൻ മതിയായവനായ അള്ളാഹുവിനോട് ചോദിക്കുന്ന, അല്ലെങ്കിൽ അള്ളാഹു തആല നമ്മോട് ചോദിക്കാൻ നിർദ്ദേശിച്ച കേന്ദ്രങ്ങൾ, ആ കേന്ദ്രങ്ങളിൽ നിന്ന് മാത്രം ചോദിക്കുന്ന ആ ഒരവസ്ഥയിലേക്ക് ആ മനുഷ്യനെത്താൻ കഴിയും. അള്ളാഹ് വിരോധിച്ച പല കേന്ദ്രങ്ങളുണ്ട്. ആ കേന്ദ്രങ്ങളിൽ അവൻ്റെ ആവശ്യങ്ങൾ ചോദിക്കുന്നതിനെ തൊട്ട് അവന് അകലാൻ കഴിയും. പൈശാചികമായ പല മാർഗങ്ങളും പല അനുഗ്രഹങ്ങളും കിട്ടാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന പല മനുഷ്യരും ഇന്ന് ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ അത്തരത്തിൽ ആയിപ്പോകുന്നത് ഈ ഇസ്മുമായിട്ടുള്ള ബന്ധം കുറഞ്ഞു പോകുന്നത് കൊണ്ടാണ്. അതേപോലെ തന്നെ നമ്മൾ വളരെ താഴ്മയുള്ളവരായി മാറും ഈ ഇസ്മുമായി ബന്ധം പുലർത്തുമ്പോൾ. കാരണം ഞാനൊന്നുമല്ല, എന്നിലുള്ളതൊക്കെ എൻ്റെ സൃഷ്ടാവായ റബ്ബ് എനിക്ക് ഹിബത്തായി തന്നതാണ്. ആ ഒരു ബോധമുണ്ടാകുമ്പോൾ തീർച്ചയായും താഴ്മയുള്ളവരാകുന്നു. അതേപോലെ തന്നെ എനിക്കെൻ്റെ റബ്ബ് ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹങ്ങളൊക്കെ ഞാൻ ആവശ്യക്കാരായ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കേണ്ടതുണ്ട് എന്നുള്ള ബോധവും നമ്മളിൽ ഉണ്ടാകുന്നു. അതേപോലെ തന്നെ സൃഷ്ടികൾക്ക് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ആ കൊടുത്തതിങ്ങനെ എടുത്തു പറഞ്ഞിട്ട് അവരെ പ്രയാസപ്പെടുത്തുന്ന സ്വഭാവം, അത് ഇല്ലാതെയാകാനും ഈ ഇസ്മുമായി ബന്ധം പുലർത്തിയാൽ സാധിക്കുമെന്നാണ്. കാരണം ഈ ഇസ്മുമായി ബന്ധം പുലർത്തുന്ന മനുഷ്യൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യം, അല്ലാഹു ഹുവൽ മാനുൽ ഹഖീഖിയു, യഥാർത്ഥത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നവൻ അല്ലാഹുവാണ്. ഞാൻ മറ്റുള്ളവർക്ക് അനുഗ്രഹങ്ങൾ നൽകാനുള്ള കെൽപ്പില്ലാത്തവനാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു പ്രതിനിധി മാത്രമാണ്, ഒരു ഉപകരണം മാത്രമാണ്. അതുകൊണ്ട് ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണങ്ങൾ ചെയ്തു കൊടുത്താൽ ഒരിക്കലും അത് എടുത്തു പറയാൻ അർഹതയോ യോഗ്യതയോ ഇല്ലാത്തവനാണ് എന്നൊരു ബോധം ആ മനുഷ്യനിൽ ഉണ്ടാകും. ഇനി ഈ ഇസ്മിനെ ഒരു മനുഷ്യൻ ധാരാളമായി ചൊല്ലുകയാണെങ്കിൽ
അബ്ജദിയ കണക്ക് 14 ആ 14 എണ്ണം വെച്ച് ചൊല്ലൽ വളരെ എളുപ്പമാണ്. എന്നാൽ ആ എണ്ണം വെച്ച് ചൊല്ലിയാലും കുറേ അനുഗ്രഹങ്ങൾ ഉണ്ടാകും. ഇനി അതിനേക്കാൾ വർദ്ധിപ്പിച്ച് ചൊല്ലുകയാണെങ്കിൽ അവന് അനുവദനീയമായ നിലക്കുള്ള സാമ്പത്തികമായ അഭിവൃദ്ധിയും ഉയർച്ചയും ഉണ്ടാകും. അതേപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ ഒരു സ്വീകാര്യതയും ഒരു ബഹുമതിയുമൊക്കെ അള്ളാഹു അവന് നൽകും എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു തൗഫീക്ക് തരട്ടെ.